ഇന്നിനാ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. സ്ട്രോബെറിയും പഴവും ചേർത്തിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പിയും. നല്ല ടേസ്റ്റ് ആണ് ഇത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബനാന എടുത്തിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലുള്ളവർക്ക് റോബസ്റ്റ പഴം എടുക്കാം, ചെറുതെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് നല്ല ചിൽ ചെയ്ത മിൽക്കാണ്. നല്ല തണുപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഐസ് ക്യൂബ് ഇടേണ്ടി വരും. പിന്നെ വേണ്ടത് തൈരാണ്. നല്ല തണുപ്പുള്ള കട്ട തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 7 അല്ലെങ്കിൽ 8 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്ട്രോബെറി ഒന്ന് ചെറിയ പീസാക്കി ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് പഴം കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചില്ല് ചെയ്ത് വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പേ വേണ്ടു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 7 അല്ലെങ്കിൽ 8 സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പുള്ള തൈരായിരിക്കണം. അതുപോലെ തന്നെ അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈരായിരിക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ്. അപ്പൊ നമുക്ക് ഇതിന് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നല്ല തണുപ്പോടി തന്നെ കുടിക്കണം. അതുപോലെ തന്നെ പഴം ഇട്ടതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഉടനെ കുടിക്കലായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.